ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ എങ്ങനെയാണ് 3 കറികൾ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. ചട്ടി ചൂടാക്കുക, അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകും ഉലുവയും ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അത് എണ്ണയിൽ കിടന്ന് നന്നായി വഴറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവയെല്ലാം നമുക്ക് ഇനി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കണം. മസാലക്കൂട്ടിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല ഇവയെല്ലാം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ മസാലയെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് മസാലക്കൂട്ടിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. അടുത്തതായി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല നാടൻ കുടംപുളി തന്നെയാണ്. ഞാൻ ഒരു 3 കഷ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേവി ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ചാളയാണ്. ചാളയിനെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. മീൻകറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്നുണ്ട്. തീയിനെ നമുക്ക് സിമ്മിലോട്ട് ഇട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത കറിയിലേക്ക് പോവാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പയറ് മെഴുക്ക് വരട്ടിയാണ്. ചീനിച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുകിന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായി അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത്. സവാള എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ ഇതിന് അച്ചിങ്ങ എന്നാണ് പറയണത്. അച്ചിങ്ങ കൂടെ ചേർത്ത് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇവിടെ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല. ആവിയിൽ തന്നെയാണ് ഇത് വെന്ത് വരേണ്ടത്. അപ്പോൾ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ അടച്ച് വേവിക്കാം. അതാവുന്ന സമയത്തിൽ നമുക്ക് അടുത്തതായിട്ട് ഇനി മീൻ പൊരിച്ചാണ് എടുക്കേണ്ടത്. അതിന് ചട്ടി വയ്ക്കാം. ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വിനാഗിരി ഇത്രയും സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ച മീനാണ്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഫ്രൈ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിനി അച്ചിങ്ങ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു പാതി വേവായിട്ടുണ്ട്.
അച്ചിങ്ങ ഇനി വഴണ്ട് വന്ന സമയത്ത് നമുക്ക് മീൻകറിയുടെ എന്തായാലും നോക്കാം. മീൻകറി ഇപ്പോൾ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് അച്ചിങ്ങയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പസമയം കൂടി വഴറ്റിയെടുക്കാം. മീൻ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഫ്രൈൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ മീൻ കറി വെച്ചത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈയും കൂടി ശരിയാവാനുണ്ട്. അച്ചിങ്ങ നമ്മൾ ഓൾറെഡി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ, ഇപ്പോൾ സമയമില്ലാത്ത ആളുകൾക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്നൊരു വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണിത്.